നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കിടയിൽ വളരെ വ്യക്തമായ ഒരു അവയർനെസിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനായി ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം പ്രവാസികൾ ഉണ്ടാക്കുന്ന ഓരോ പണം, അത് പ്രവാസികളെന്നല്ല മറ്റാരും ഉണ്ടാക്കിയതായിരുന്നാലും വിയർപ്പ് ഒഴുക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അതങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ തട്ടിക്കൊണ്ട് പോകാനുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മലയാളി പ്രവാസികൾ മറ്റു നാടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും വലിയ എമൗണ്ട് ഓഫ് മണി, അതായത് കോടികളും ലക്ഷങ്ങളും ഒക്കെ തട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല, അനവധി തവണ ഇങ്ങനെ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അടുത്തടുത്ത ഇത്തരമൊരു സംഭവം തിരുവനന്തപുരം സ്വദേശിക്കും കൊല്ലം സ്വദേശിക്കും ഉണ്ടായിരിക്കുന്നു. അതായത് പ്രവാസികളായിട്ടുള്ള 2 പേർക്ക് ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം ഒരു വലിയ തുക തന്നെയാണ് ഇവരിൽ നിന്നും പോയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, ആദ്യം നഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നും വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ വിശദമായി നമുക്കതൊന്ന് പരിശോധിച്ചാലോ. അവർക്ക് ഓൺലൈൻ വഴി ഫോൺ ബിൽ അടയ്ക്കുന്നതിനിടെയാണ് കൊല്ലം സ്വദേശിക്ക് പണം നഷ്ടമായത്. തിരുവനന്തപുരം സ്വദേശിയുടെ പേരിൽ ഓൺലൈനിൽ വ്യാജ പർച്ചേസ് ചെയ്താണ് പണം തട്ടിയെടുത്തത്. ഇവർക്ക് 2 പേർക്കും കൂടി നഷ്ടപ്പെട്ടത് 6.15 ലക്ഷം രൂപ, അതായത് 25,817 ദിർഹമാണ് നഷ്ടപ്പെട്ടത്. 6 മാസം മുമ്പ് ഓൺലൈൻ തട്ടിപ്പിനിരയായി 3.75 കോടി രൂപ നഷ്ടപ്പെട്ട പ്രവാസിയായ എഞ്ചിനീയറെ കബളിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പ് സംഘം വീണ്ടും 13 കോടി രൂപ കൂടി തട്ടിയെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ ശരിക്കും അതിനുള്ള അവയർനെസ് ഇല്ലായ്മ തന്നെയാണ് ഇതിന് കാരണം. അത് 69 വയസ്സുകാരനായിരുന്നു. അതുകൊണ്ടാണ്, പ്രായമായതുകൊണ്ട് അവർക്ക് അതിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ട് പറ്റുന്നതാണ്. 13 കോടി കൂടിപ്പോയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും കവടിയാർ ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന 69-കാരനാണ് അങ്ങനെ പണം നഷ്ടമായത്. അത് ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ കവടിയാർ ജവഹർ നഗറിലൊക്കെ ഉള്ള ഫ്ളാറ്റുകൾ എന്ന് പറയുമ്പോൾ മിക്കവാറും മക്കളൊക്കെ വിദേശത്തായിരിക്കും. അപ്പൊ അവരിൽ നിന്ന് അപ്പൊ ആ സമയത്ത് ഒന്നുമില്ലെങ്കിലും പ്രായമായ ആൾക്കാരാകുമ്പോണ്ടല്ലോ അവർക്ക് സമയം പോവാനും കൂടിയാണ് ഈ ഓൺലൈനിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക, അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കൂടുതലാണ് ഇവരുടെ ഇടയിൽ. കാരണം കയ്യിൽ കാശുണ്ടായിരിക്കും, പക്ഷെ അപ്പൊ അവർക്ക് മക്കളൊന്നും അടുത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് സമയം പോവാൻ ഒരു മാർഗമായി അറിയില്ല, ചിലപ്പോൾ ഏതെങ്കിലും ആഡ് കണ്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്കിൽ കയറുന്നതായിരിക്കാം. അപ്പൊ ഏതിലെല്ലാം കയറാൻ പറ്റുമോ ഇത്ര അധികം കുറിച്ചുള്ള അവയർനെസ്, ഇങ്ങനെ പണം തട്ടിക്കും ഉള്ള ഒരാൾക്കാർ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത് ചിലപ്പോൾ ഈ 70 വയസ്സൊക്കെ ആയവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരിക്കലുമില്ല. കാരണം ഈ ചെറുപ്പക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ചെറുപ്പക്കാർക്കും ഉണ്ടാകാം. അല്ല, അവർക്ക് ഒരു നിലയ്ക്ക് ഇപ്പൊ വിദേശത്തുള്ള മക്കൾക്കൊക്കെ അറിയാമായിരിക്കും ഇതുപോലെ ഓൺലൈൻ തട്ടിപ്പുകൾ വരുന്നുണ്ട്. കാരണം അവര് വിദേശത്താണ്, അവരിതുപോലെ ഓൺലൈൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് അത്ര തന്നെ വന്നിട്ടില്ല. മാത്രമല്ല, പ്രവാസിയായിട്ടുള്ള ഒരു വീട്ടുടമ കഴിഞ്ഞ 12 വർഷമായി നാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതും ഈ പറയുന്ന പോലെ തിരുവനന്തപുരം കവടിയാർ ഭാഗത്തെ വീട്, ആ ഉടമ നാട്ടിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലായി. അമേരിക്കൻ പ്രവാസിയായിരുന്നു അവർ നാട്ടിലേക്ക് എത്തുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധു തന്നെ അവരെ പോലെ തോന്നിക്കുന്ന മറ്റൊരു യുവതി 70 വയസ്സുകാരിയായിട്ടുള്ള ഒരു അമ്മയെ വേഷം കെട്ടിച്ച് അതെ, ഗ്ലോറി എന്ന് പറയുന്ന അമ്മയെ വേഷം കെട്ടിച്ച് അത് 21 വയസ്സുകാരിയായിട്ടുള്ള ഒരു മകള് കൂടി അതിന് എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ പണം തട്ടുന്നത് പോട്ടെ, വസ്തു, അത് കോടിക്കണക്കിന് രൂപയുള്ള വസ്തു തട്ടുകയാണ്. പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യവുമില്ല. ഇപ്പൊ വർഷങ്ങളായിട്ട് ഷെയർ ട്രേഡിംഗ് നടത്തുന്ന പരാതിക്കാരനെ അംഗീകൃത ഷെയർ ട്രേഡിംഗ് കമ്പനികളുടെ പേരിലാണ് തട്ടിപ്പ് സംഘം കെണിയിൽ വീഴ്ത്തിയത്. ഇതൊരു ഷെയർ ട്രേഡിംഗ് നടത്തുന്നത് ഒരുപാട് തട്ടിപ്പുകൾ, അതായത് 100 വെച്ചാൽ 1000 വെച്ചാൽ 10,000 എന്ന പണ്ടത്തെ ഈ പറയുന്ന ഈ ഒരു ചൂതാട്ട് കളി തന്നെയാണ് ഇപ്പോൾ മാറി ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്കറ്റ് ആയിട്ട് മാറി. ഏറ്റവും തമാശ, ഷെയർ ട്രേഡിംഗിലുള്ള അപകടങ്ങളെ കുറിച്ച് പരാതി കൊടുത്ത ആളെയാണ് വീണ്ടും പറ്റിച്ചിരിക്കുന്നത്. അംഗീകൃത ഷെയർ ട്രേഡിംഗ് കമ്പനിയാണ് എന്നുള്ള പേരിൽ തട്ടിപ്പ് സംഘം കെണിയിൽ വീഴ്ത്തിയെന്ന് പോലീസ് പറയുന്നു. സമാന്തരമായി 2 പ്ലാറ്റ്ഫോമിൽ ഇയാൾ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയിരുന്നു. മെയ്യിൽ നടന്ന ആദ്യ തട്ടിപ്പിൽ പരാതിയുമായി എത്തി. അപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് നടത്തുന്ന വിവരം പോലീസിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. അപ്പോൾ അതും പക്ഷേ തട്ടിപ്പ് തന്നെയായിരുന്നു. ഷെയർ ട്രേഡിംഗിലൂടെ അമിത ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ച് സൈറ്റിൽ കയറാനുള്ള ലിങ്കുകൾ അയച്ചു കൊടുത്തായിരുന്നു വീണ്ടും തട്ടിപ്പ് ചെയ്തത്. പിന്നീട് 2 ഇമെയിൽ ഐഡികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ വന്നു തുടങ്ങി. വ്യക്തിഗത വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം 21,000 രൂപ അയച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. ഒട്ടേറെ അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ പലരും നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞും കോടികൾ ലാഭം കിട്ടിയതായി രേഖകൾ കാണിച്ചും പരാതിക്കാരനെ വീഴ്ത്തുകയായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മിക്കവാറും ഇപ്പോൾ വിദേശത്തെ പ്രവാസിയൊന്നും പറയേണ്ട,
ടെലിഗ്രാമില് ഈ ഒരു സംഭവം വരുന്നുണ്ട്. മിക്കവാറും ടെലിഗ്രാമിൽ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ജോലി വേണോന്ന് ചോദിച്ചിട്ടാണ്. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണോ, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ദിവസം 1 മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര രൂപ ലാഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അതിൽ ആദ്യത്തെ 1-2 ട്രേഡിങ്ങിൽ കച്ചവടം നടത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയും നമ്മളിപ്പോ ആദ്യം ഒരു 1000 രൂപ ഇട്ടാൽ മതി എന്ന് പറയും. നിങ്ങൾക്കത് 2000 തിരിച്ചു തരും എന്ന് പറയും. കറക്റ്റ് 1000 രൂപ ഇട്ടാൽ 2000 രൂപ തിരിച്ചു തരും. അതിനു മുമ്പ് പറയുന്നത് 2-3 എണ്ണം ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ജോലി എന്താ വെച്ചാൽ ചില കമ്പനികൾ ഇപ്പൊ ബോംബെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ പറയും അതിന് നമ്മൾ ഫുൾ മാർക്കറ്റ് കൊടുക്കാൻ, ഫുൾ നക്ഷത്ര ചിഹ്നം ഫുള്ള് കൊടുക്കാൻ പറയും. ഹോട്ടലുകളുടെ ഒക്കെ പേര് പറയും. അതാണ് നമ്മുടെ ജോലി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. അപ്പൊ അവർക്ക് ഫുൾ ഇത് കൊടുക്കുമ്പോഴാണ് അതാണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി തരും. 1000 രൂപ തന്നാൽ 2000 ആക്കി തരും. അതാണ് നമ്മുടെ ശമ്പളം. ഇതിന് ഫുൾ നമ്മൾ നക്ഷത്രം കൊടുത്തത് കാരണം അത് നമ്മളത് കൊടുക്കും. 1000 തന്ന് 2000 തരും. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4500 തരാം അല്ലെങ്കിൽ 5000 തരാം. അതും കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ അടുത്തത് തരുന്നത് 10000, 15000, 12000 ആയിരിക്കും. അത് പക്ഷെ തരുന്നത് 10 ഇട്ട് കഴിഞ്ഞാൽ പറയും 5 കൂടി ഇട്ടാൽ നിങ്ങൾക്ക് 20000 തരാം. അപ്പൊ നമുക്ക് ഈ 10 തിരിച്ചെടുക്കണമല്ലോ. നമ്മൾ 5000 കൂടി കൊടുക്കും. ഉടനെ അവർ പറയും ഇനി നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20000 ഇടണം, എങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് 40000 രൂപയായിട്ട് തിരിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇത് വലിയ എമൗണ്ട് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടെലഗ്രാമില്. വീണ്ടും 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 ഒരുപാട് അതെ വീണ്ടും. കാരണം ആദ്യത്തെ 1-2 എണ്ണത്തിൽ നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റും. നമുക്ക് ശരിയാണ് ഒരു 1000-1500 രൂപ അധികം കിട്ടുകയും ചെയ്യും. പിന്നീടാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെയും അത് തന്നെയാണ്. അദ്ദേഹം ആദ്യം കുറച്ച് പണമാണ് നിക്ഷേപിച്ചത്. പിന്നീട് വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഓരോ തുക വീതം നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പണം ഇരട്ടിയായ ആപ്പിൽ കാണിച്ചു. ഇതോടെ കൂടുതൽ പണം നിക്ഷേപിക്കാൻ തുടങ്ങി. ആകെ 39 അക്കൗണ്ട് നമ്പറുകളിലേക്കാണ് പണം അയച്ചു കൊടുത്തത് എന്നുള്ളതാണ്. നിക്ഷേപിച്ച പണത്തിന് ഇൻഷുറൻസ് പരിരക്ഷകനെ പേരിലും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടെയാണ് പരാതിക്കാരന് സംശയം തോന്നിയത്. 12 കോടി, അതായത് 12 കോടി 95 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്നും പരാതിക്കാരൻ 38 വർഷം വിദേശത്ത് ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമാണ് നഷ്ടമായത് എന്നും സൈബർ ക്രൈം പോലീസ് പറയുകയാണ്. ഇത്രയും രൂപ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ പോലും സംശയം തോന്നിയില്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000, 20,000 കൊടുത്തപ്പോൾ 5 കൂടെ കൊടുക്കാൻ പറഞ്ഞാണ് 40,000 കിട്ടും. അങ്ങനെ കൊടുത്ത് ഇവിടെ വരെ തിരിച്ചിടണമല്ലോ. അതെ, എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ ആദ്യമേ പരാതിയുമായി പോയപ്പോൾ പോലീസിനോട് രണ്ടാമത്തെ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ തുകയെങ്കിലും പോകാതിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ അതിലൊന്നും രക്ഷ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇതെല്ലാം തന്നെ ഒരിക്കലും ഇല്ലാത്ത ആൾക്കാരുമാണ്, ഒരിക്കലും ഇല്ലാത്ത കമ്പനിയുമാണ്. കാരണം ഇതിൽ പേരിൽ പറയുന്ന എല്ലാം തന്നെ ഉത്തരേന്ത്യൻ ആൾക്കാരുടെ പേരുകൾ, ഏതെങ്കിലും ബംഗാളി പേര്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഈ പേരിലുള്ള മനുഷ്യന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. അത് വേറെ ഏതോ ആൾക്കാരാണ്. അവരുടെ യഥാർത്ഥ പേരോ അവരുടെ ഒന്നും പറഞ്ഞിട്ടല്ല അവര്. അപ്പൊ ആ ആൾക്കാരുടെ പേര് നമുക്ക് ഒരിക്കലും കേസ് അന്വേഷിക്കാൻ പറ്റില്ല. സ്ത്രീകളെയാണ് പിടിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ മറ്റ് ചിത്രങ്ങൾ, മോർഫിച്ച് ചിത്രങ്ങൾ, അങ്ങനെ ഒരു അധികം ലോൺ ആപ്പുകൾ കൂടിയാണ് വരുന്നത്. ലോൺ ആപ്പിൽ ഇപ്പൊ 2000 രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറയും. ഈ 5000 രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 15 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ പറയും. പക്ഷെ പിറ്റത്തെ ദിവസം മുതലേ പൈസ ചോദിച്ചു തുടങ്ങും. ഈ 5000 കൊടുത്തു കഴിഞ്ഞാൽ പല നിങ്ങൾ വാങ്ങിയിട്ടുള്ള 5000 രൂപ തിരിച്ചു വേണമെന്ന് പറയും. നമ്മൾ 15,000, 20,000 ഒക്കെ കൊടുത്താലും ഈ 5000 തന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കും. അപ്പൊ നമ്മൾ തരില്ല എന്നുള്ള മട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവര് നമ്മുടെ ഗാലറിയുടെ ഇത് ചോദിക്കുന്നുണ്ട്. ഗാലറിയുടെയും ഫോൺ നമ്പറും കോണ്ടാക്റ്റുകളും എല്ലാം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നത് ഈ കോണ്ടാക്റ്റുകളിലേക്ക്, കാരണം നമ്മുടെ കോണ്ടാക്ട് ഒക്കെ അവരുടെ കയ്യിലുണ്ട്, ഈ കോണ്ടാക്റ്റുകൾ അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും. അതുപോലെ തന്നെ ഫോട്ടോസും അയച്ചു തരും. നിങ്ങളുടെ ഗാലറി ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കോണ്ടാക്ട് കാര്യമുണ്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗാലറിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് നമ്മുടെ ഇതിന്റെ ഇടയിൽ ഒന്നും അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോ സെൽഫി എടുത്ത് തരാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ സെൽഫി എടുത്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അതും വെച്ചിട്ടാണ് പിന്നീട് മോർഫിംഗ് നടത്തുന്നത്. നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും, അത് നമ്മുടെ അച്ഛനാവാം, മകനാവാം, ഏട്ടനാകാം, ഇവരുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഇവരെ ഒത്തുചേർത്തി നിർത്തിയിട്ടുള്ള നഗ്ന ഫോട്ടോസ് നമ്മൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നത്. മുഖം മാത്രം നമ്മുടെ ആവും, ദേഹം മറ്റാരുടെയെങ്കിലും ആയിരിക്കും. അത് ദേഹം മറ്റാരുടെയെങ്കിലും ആണെന്ന് നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ എത്രയോ ആളുകൾ അതിന്റെ പേരിൽ മരണമടഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി വീണ്ടും പൈസ കൊടുക്കും. പക്ഷെ ആ 1 പ്രാവശ്യം 2 പ്രാവശ്യം പൈസ കൊടുത്തോണ്ടൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല. വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളത് വരുമ്പോൾ ഒരേ ഒരു മാർഗമുള്ളത് എത്രയും പെട്ടെന്ന് സൈബർ പോലീസിൽ നമ്മൾ ഈ കാര്യങ്ങൾ വിളിച്ചറിയിക്കുക.
ആ അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മാറുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല, അത് നമ്മുടെ വാട്സാപ്പ് കൂടിയാണല്ലോ. ആ വാട്സാപ്പ് നമ്മൾ അങ്ങ് ഓഫ് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ പിന്നെ അതിന് മാർഗമുള്ളൂ. കാരണം ഇവർക്ക് പിന്നെ നമ്മൾ എന്നാണോ അത് തുറക്കുന്നത് നോക്കി വീണ്ടും ഇത് അയക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം അവരടുത്ത ഇരയെ തേടി കളഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ വാട്സാപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇത് തന്നെ നമ്മൾ സെറ്റിങ്സ് തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ പരിചയക്കാരല്ലാത്തവർക്ക് കോണ്ടാക്ട് എടുക്കാൻ പറ്റാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സ് തന്നെ നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ ചെയ്തു വെക്കണം. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു കൂട്ടർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് ചെയ്തു വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആപ്പ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലാണെങ്കിലും നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ ഞങ്ങളുടെ ആക്സസ് തരണം എന്ന് പറയുന്നതിലും നിങ്ങളുടെ ഗാലറി ആക്സസ് തരണം എന്ന് പറഞ്ഞാലൊന്നും കയറി കൈവയ്ക്കാതിരിക്കുക. അതാണ് നല്ലത്. കാരണം നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് നല്ലതാണോ. അതുപോലെ തന്നെ ഇപ്പോൾ ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ടൊരു AI ആപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും തക്ഷണം നമുക്ക് ഉത്തരം തരും. അത് പക്ഷേ ഇതൊരു വലിയൊരു സ്കാമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു സെൽഫി എടുത്ത് അയക്കുകയാണ്. സെൽഫി എടുത്ത് അയച്ചിട്ട് ചോദിക്കുക എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ എനിക്ക് വേണം, കാരണം എനിക്കൊന്ന് എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ആ ഫോട്ടോയിൽ അവർ നല്ല രീതിയിലുള്ള ഹെയർ കട്ടിംഗ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്തുതരാം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആവും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളോട് ഒരു ഇതും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് പറഞ്ഞു തരാം. അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കരുതിയത് ചിലപ്പോൾ ഫോട്ടോയും അതുപോലെ തന്നെ ടൈപ്പിംഗ് ചെയ്ത ടെക്സ്റ്റിന് മാത്രമായിരിക്കും ഇങ്ങനെ ഇടുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ തൈറോയിഡിൻ്റെ റിപ്പോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. എൻ്റെ റിപ്പോർട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കി. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആ റിപ്പോർട്ടും ആ PDF റിപ്പോർട്ടും കൃത്യമായി വായിച്ച് ഹായ് ശ്രീജ, ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട്, നിങ്ങൾ വളരെ ബെറ്റർ ആയിട്ട് മാറിയിരിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഫുഡ് രീതി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രാവിലത്തേക്കുള്ള ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടാം എന്നുള്ള രീതിയിൽ അത്ഭുതപ്പെടും. പക്ഷേ ഇതും ഒരു സ്കാമാണ്. നാളൊരു സമയത്ത് ഞാൻ ഈ അയച്ച ഫോട്ടോ ഒരു പക്ഷേ എനിക്ക് തന്നെ വിനയം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. കാരണം ടെക്നോളജി മാറുമ്പോൾ അതിൻ്റെ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ആണല്ലോ പിന്നീട് നമുക്ക് വരിക എന്നുള്ളത്. അത് ഈ പറയുന്ന പോലെ തന്നെ ഈ ചാറ്റ് GPTയുമായി ബന്ധപ്പെട്ട പ്രവാസികൾ, അതായത് ഈ നാട്ടിൽ വന്നിരിക്കുന്ന അച്ഛനും മക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും വിദേശത്തായിട്ടുള്ള നോക്കാൻ ഒരു നായ മാത്രമുള്ള, ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കാർ പണം ഉണ്ടാകും, അവരെ നോക്കി തന്നെ വലിയൊരു സ്കാം നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് ആരുടെയൊക്കെ കൈകളിലാണ് ഈ പേഴ്സണൽ ഡീറ്റെയിൽ എത്തുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ചാറ്റ് GPT ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇന്നത്തെ കാലാവസ്ഥയെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രയേൽ യുക്രൈൻ യുദ്ധത്തിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും ചെയ്യരുത്. അതിനുശേഷം ഞാൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ നാളൊരു സമയത്ത് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം പറയാൻ പറ്റില്ലല്ലോ AIയുടെ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിക്കുക. പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും നമ്മളത് പുറത്ത് പറയാം. മാത്രമല്ല എന്നോട് തന്നെ ഇങ്ങോട്ട് പറയാണ് കേരള എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കേരളയാണ്, മലയാളിയാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്, മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങൾ തന്ന ചില ഡേറ്റിൽ നിന്നും, അതായത് നമ്മൾ ദോശയെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്ന ചില ഡേറ്റിൽ നിന്നും മനസ്സിലായി ദോശ കഴിക്കുന്നവർ കൂടുതൽ മലയാളികളാണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ ഭാഷയിൽ നിന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞവർ നമ്മളെ അടിമുടി മനസ്സിലാക്കുകയാണ്. അങ്ങനെ അത്രയും സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് തിരിച്ച് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ UAEയിലെ ടെലിഫോൺ സേവന ദാതാവായ ഡൂവിന്റെ ബില്ല് 120 ദിർഹം അടയ്ക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സ്കാം നടന്നിരിക്കുന്നത്. അബുദാബിയിൽ സംരംഭകനായ കൊല്ലം ഓച്ചിറ സ്വദേശിക്കാണ് പണം നഷ്ടമായത്. ഗൂഗിൾ ഡൂവിന്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് ലഭിച്ച ആദ്യ ലിങ്കിൽ പ്രവേശിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകി. തുടർന്ന് ലഭിച്ച OTP ടൈപ്പ് ചെയ്തതോടുകൂടിയാണ് ആദ്യം 1 ദിർഹവും പിന്നീട് 9817 ദിർഹവുമാണ് നഷ്ടമായത്. ഉടൻ തന്നെ ബാങ്കിൽ പരാതി നൽകിയെങ്കിലും OTP നൽകിയ ശേഷമുള്ള ഇടപാടിന് ബാങ്ക് ഉത്തരവാദിയല്ല എന്ന് ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. സമാന കേസിൽ മറ്റൊരാൾക്ക് 13000 ദിർഹമാണ് നഷ്ടമായത്. അലൈനിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ അക്കൗണ്ടിൽ 16000 ദിർഹവും 2 തവണയാണ് തട്ടിപ്പുകാരൻ കൈക്കലാക്കിയത്. പോലീസിലും ബാങ്കിലും പരാതി നൽകി 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ പണം തിരിച്ചു കിട്ടിയില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. നിരപരാധിത്വം തെളിയിച്ചും ഗൂഗിൾ പേ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറാനാണ് ബാങ്ക് ശ്രമിക്കുന്നത്
ശ്രമിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തനിക്ക് ഗൂഗിൾ പേ ഇല്ലെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു കേസിൽ UAE-യിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശിയുടെ പേരിൽ സൈപ്രസിൽ നിന്ന് ഇടപാട് നടത്തി 16,000 ദിർഹം നഷ്ടപ്പെടുത്തി. പരാതിപ്പെടാൻ ഫോൺ നമ്പർ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ നൽകണമെന്നുണ്ടെങ്കിൽ 80026226 SMS വഴി 2828 എന്ന നമ്പറിൽ കൂടി നമുക്ക് അയക്കാവുന്നതാണ്. ഓൺലൈൻ ഇടപാട് സുരക്ഷിതമാക്കാൻ സംശയാസ്പദ ലിങ്കുകളിലോ സെർച്ച് എഞ്ചിനുകളിലോ വരുന്ന വ്യാജ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്തത് വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ നൽകരുത്. ഓൺലൈൻ ഇടപാടുകൾക്ക് മുൻപ് വെബ്സൈറ്റുകളുടെ കൃത്യമായി തന്നെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം സുരക്ഷിതമല്ലാത്ത ലിങ്കുകളിലും വെബ്സൈറ്റുകളിലൊന്നും പ്രവേശിക്കരുത്. ഇടപാടുകൾക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, ആപ്ലിക്കേഷൻ എന്നിവ മാത്രം ഉപയോഗിക്കുക. ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിശദാംശങ്ങൾ, ഓൺലൈൻ ബാങ്കിംഗ് രഹസ്യ കോഡുകൾ, ATM പിൻ, CVV നമ്പർ, സെക്യൂരിറ്റി കോഡ് തുടങ്ങിയവ അപരിചിതരുമായി ഒരു കാരണവശാലും പങ്കിടരുത്. തട്ടിപ്പിന് ഇരയായാൽ ബാങ്കിലും ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഉടൻ പരാതിപ്പെട്ട് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. നമുക്ക് ഇവിടം വരെ എത്താം. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വെച്ചാൽ OTP നൽകി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാങ്കോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും ഇത് എപ്പോഴും വരാറുള്ളതാണ്. ഇതിനു മുമ്പ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങളുടെ ആധാർ നമ്പർ, ഇതുമായിട്ട് ആധാർ നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനിമേലാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നടത്താൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം ബാങ്കുമായി ചേർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ OTP അയക്കും. എന്നിട്ട് ആ OTP പറഞ്ഞുതരാൻ പറയും. ഈ OTP പറഞ്ഞു കൊടുത്താൽ ആ നിമിഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ ബാങ്കിൽ പരാതിപ്പെട്ടിട്ടോ ഓംബുഡ്സ്മാന് പരാതിപ്പെട്ടിട്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല. കാരണം നമ്മൾ OTP കൊടുത്തുകൊണ്ടാണ് ആ പണം നഷ്ടമായത്. ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും OTP നമുക്ക് അറിയാത്തൊരു ഇതിൽ നമ്മൾ കൊടുക്കരുത്. പ്രവാസികളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പണത്തെ നോക്കി ഒരു വലിയ സംഘം ഇരിപ്പുണ്ട്. അതെ, കഴുകൻ കണ്ണുകളുമായിട്ടാണ് നോക്കിയിരിക്കുന്നത്. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. തീർച്ചയായും അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് ഒരുമിച്ചിരിക്കാം. അതുവരെയ്ക്കും നമസ്കാരം.